ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 20 ഋക്ഷഭ യോഗീശ്വര ചരിതം വരികൾ സഹിതം പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. നമസ്തേ. ശ്ലോകം 4. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭിസഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതകിലാനന്ദപദം പദം തേ. ത്വയി ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതകിലാനന്ദപദം പദം തേ. നാഭിരാജാവ് ത്രിലോകനാഥനായ അങ്ങയിൽ രാജ്യഭരണമർപ്പിച്ച് മേരുദേവിയോടുകൂടി തപോവനം പ്രാപിച്ച് അങ്ങയെ തന്നെ തപസ്സു ചെയ്ത് പരമപദമണഞ്ഞു. ത്രിലോകത്തിൻ്റെയും രക്ഷാഭാരം വഹിക്കുന്ന ഭഗവാനാണല്ലോ ഋക്ഷഭദേവനായി അവതരിച്ചത്. ആ ഋക്ഷഭദേവനെയാണല്ലോ നാഭിരാജാവ് രാജ്യഭാരമേൽപ്പിച്ചത്. പുത്രൻ വളർന്ന് യോഗ്യനായാൽ ഭരണഭാരം യുവാവായ പുത്രനെ ഏൽപ്പിച്ച് വനവാസത്തിന് പോകുന്ന രീതിയാണുള്ളത്. പത്നി വനവാസത്തിന് യോഗ്യയാണെങ്കിൽ പതി പത്നി ഒന്നിച്ചു തന്നെ വനവാസം ചെയ്യണമെന്നാണ് വിധി. അതനുസരിച്ചാണ് നാഭിരാജാവ് പുത്രനായ ഋഷഭൻ യുവത്വത്തിലെത്തിയപ്പോൾ മകനെ രാജ്യമേൽപ്പിച്ച് ഭാര്യാസമേതം വനത്തിൽ പോയത്. വനത്തിൽ തപസ്സു ചെയ്ത് പരമഗതിയടഞ്ഞ് മനുഷ്യജന്മ സാഫല്യമടഞ്ഞു. ശ്ലോകം 5. ഇന്ദ്രസ്ത്വത് ഉത്കർഷകൃതാത് അമർഷാത് വവർഷനാസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം യേന വ്യവൃതദാ സുവർഷം. ഇന്ദ്രസ്ത്വത് ഉത്കർഷകൃതാത് അമർഷാത് വവർഷനാസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം യേന വൃതധാ സുവർഷം. ഋക്ഷഭദേവനായ നിന്തിരുവടിയുടെ ഉത്കർഷത്തിൽ അസൂലയായ ഋഷഭദേവനായ നിന്തിരുവടിയുടെ ഉത്കർഷത്തിൽ അസൂലാവായ ദേവേന്ദ്രൻ, അതായത് അസൂയ പൂണ്ട ദേവേന്ദ്രൻ അവിടുത്തെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ അവിടുന്ന് സ്വന്തം രാജ്യത്ത് സ്വന്തം യോഗബലം കൊണ്ട് ധാരാളം മഴ പെയ്യിച്ച് ഫലപുഷ്ടമാക്കി. പണ്ട് ഭാരതത്തിൻ്റെ പേര് അജനാഭവർഷമെന്നായിരുന്നു. ഭരതൻ്റെ കാലം മുതലാണ് അജനാഭവർഷം ഭാരതമെന്ന പേരിലായത്. ഋഷഭദേവൻ്റെ പുത്രനായ ഭരതൻ്റെ ഗുണാധിക്യത്താൽ അക്കാലം മുതൽ ഭരതൻ്റെ നാമധേയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഭാരതം എന്ന പേര് സിദ്ധിച്ചു. ഋഷഭദേവനായ നിന്തിരുവടിയുടെ ഉത്കർഷത്തിൽ അസൂയാലുവായ ദേവേന്ദ്രൻ അവിടുത്തെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ
അവിടുന്ന് സ്വന്തം രാജ്യത്ത് സ്വന്തം യോഗബലം കൊണ്ട് ധാരാളം മഴ പെയ്യിച്ച് ഫലപുഷ്ടമാക്കി. പണ്ട് ഭാരതത്തിൻ്റെ പേര് അജനാഭവർഷമെന്നായിരുന്നു. ഭരതൻ്റെ കാലം മുതലാണ് അജനാഭവർഷം ഭാരതമെന്ന പേരിലായത്. ഋഷഭദേവൻ്റെ പുത്രനായ ഭരതൻ്റെ ഗുണാധിക്യത്താൽ അക്കാലം മുതൽ ഭരതൻ്റെ നാമധേയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഭാരതം എന്ന പേര് സിദ്ധിച്ചു. ശ്ലോകം 6. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഗൻ ആത്മരഥാശയോവപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശ്രിതിശോ ഭരതോ അഗ്രജന്മാം. അനന്തരം അങ്ങ് ആത്മരഥനായിരുന്നുവെങ്കിലും, അതായത് ആധ്യാത്മിക വിഷയത്തിൽ ആസക്ത ചിത്തനായിരുന്നെങ്കിലും ലോകമര്യാദ അനുസരിച്ച് ലൗകിക കർമ്മങ്ങളിൽ ഇച്ഛയില്ലായിരുന്നിട്ട് കൂടിയും യോഗശക്തിയിൽ തന്നോട് തോറ്റ ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്ന കന്യകയെ വേളി കഴിച്ചു. അവരിൽ 100 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. അതിൽ രാജാവായ ഭരതനായിരുന്നു ജ്യേഷ്ഠപുത്രൻ. ഋഷഭദേവൻ്റെ 100 മക്കളിൽ മൂത്തവനായ ഭരതനാണ് പിന്നെ രാജാവായ ഭരതൻ എന്ന പേരിലറിയപ്പെട്ട് പ്രസിദ്ധനായത്. നമസ്തേ. ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. നമസ്തേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.